ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇന്ന് പുറത്തു വരുന്നത്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏറ്റവും ഒടുവിൽ പത്രസമ്മേളനം നടത്തുകയും അതിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗികമായിരിക്കുന്ന സീസ് ഫയറിനുള്ള നീക്കം നടപ്പായിക്കൊണ്ടിരിക്കുകയാണെന്നും ആ സീസ് ഫയറിന് വേണ്ടിയുള്ള ഒരു 3 ഫേസ്ഡ് ആയിരിക്കുന്ന സൊല്യൂഷൻ ഇന്ന് അമേരിക്ക മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു പറഞ്ഞ പ്രഖ്യാപനം നടപ്പാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഹമാസും ഈ ഒരു 3 ഫേസ് സൊല്യൂഷനെ വെൽക്കം ചെയ്തു എന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇന്ന് ഔദ്യോഗികമായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു 3 ഫേസ്ഡ് ആയിരിക്കുന്ന സീസ് ഫയർ ഡീൽ എന്ന് പറയുന്നത്? ഇതിന് പിറകിലെ യാഥാർത്ഥ്യം എന്താണ്? എങ്ങനെയായിരിക്കും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ഇന്ന് പുറത്തു വരുന്നത്? ഇതിന് പിറകിലെ ഏറ്റവും ഡീറ്റെയിൽ ആയിരിക്കുന്ന ഒരു കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണാൻ ശ്രമിക്കുക. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ പല കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്കറിയാൻ സാധിക്കും. നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഈ ഒരു സൊല്യൂഷൻ, ഇപ്പോൾ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള മാർഗം എന്താണെന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാം. ഇത് അമേരിക്ക പറഞ്ഞു എന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഔദ്യോഗികമായിട്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്യുന്ന, ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അവർ അംഗീകരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ധാരണയായിട്ടാണ് ഈ ഒരു 3 ഫേസ്ഡ് ആയിരിക്കുന്ന സൊല്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് 3 ഘട്ടമായിട്ട് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്രായേലും ഹമാസും തമ്മിൽ സമാധാന സാധ്യതകൾ നിലനിർത്താനുള്ള ഒരു കാരണമായിട്ടാണ് ഈ ഒരു സൊല്യൂഷനെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഘട്ടം, ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഈ മൊത്തം യുദ്ധത്തിലും കുറച്ചധികം ഹോസ്റ്റേജസിനെ ഹമാസിന്റെ കസ്റ്റഡിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 200ഓളം വരുന്ന ഹോസ്റ്റേജസ് ഹമാസിന്റെ പക്കലുണ്ടെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നത്. അവസാനം അതിൽ 34ഓളം പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്തയും വന്നിരുന്നു. സോ റിമൈനിങ് ആയിരിക്കുന്ന ഒരു 100ലധികം വരുന്ന ഹോസ്റ്റേജസ് ഇവരെല്ലാവരും ഇസ്രായേലി പൗരന്മാരാണ്. ഇതിൽ കുറച്ചധികം അമേരിക്കൻ പൗരന്മാരുമുണ്ട്. സോ ഇവരെ റിലീസ് ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ഇസ്രായേലിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന നിബന്ധനയായിട്ട് കാണാൻ സാധിക്കുന്നത്. സോ അതിൽ ആ ഒരു 100ലധികം വരുന്ന ഹോസ്റ്റേജസിൽ സ്ത്രീകളും കുട്ടികളുമായിട്ടും അതുപോലെ തന്നെ വയസ്സായവരുമായിട്ടുള്ള ആൾക്കാരെ ആദ്യഘട്ടങ്ങളിൽ റിലീസ് ചെയ്യുമെന്നും അങ്ങനെ ഇവർ റിലീസ് ചെയ്യുന്ന സമയത്ത് അവരെ എത്രത്തോളം ആൾക്കാർ റിലീസ് ചെയ്യുന്നോ അതിനനുസരിച്ചുകൊണ്ടുള്ള ഒരു നമ്പർ ഓഫ് പ്രിസണേഴ്സിനെ, ഇസ്രായേലിന്റെ കൈവശമുള്ള പലസ്തീനിയൻ പ്രിസണേഴ്സിനെ റിലീസ് ചെയ്യുമെന്ന് പറയുന്ന കാര്യമാണ് ആദ്യഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം, ഇതേ ഒരു സിമിലർ ആയിരിക്കുന്ന ഡീലല്ലേ മുൻപ് ഖത്തറും ഈജിപ്തും മധ്യസ്ഥ വഹിച്ചുകൊണ്ട് ഹമാസ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. അതേ ഒരു ഡീൽ തന്നെയാണ് ഇന്ന് ഔദ്യോഗികമായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അതിൽ ചില മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ എന്താണെന്ന് അവസാന ഭാഗം സംസാരിക്കാം. സോ ആദ്യ ഫേസിൽ ഇങ്ങനെ 2 ഭാഗത്തു നിന്നും കുറച്ച് പ്രായം ചെന്ന് അതുപോലെ സ്ത്രീകളായിരിക്കുന്നവരെയും റിലീസ് ചെയ്യണമെന്ന് പറയുന്ന ഒരു കാര്യമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. സോ പലസ്തീൻ്റെ പ്രിസണേഴ്സ് എന്ന് പറയുന്ന കാര്യം സൂചിപ്പിച്ചു. എന്ത് പ്രിസണേഴ്സാണ് ഇസ്രായേലിന്റെ കൈവശമുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതായത് ഇസ്രായേൽ ഇന്ന് ഔദ്യോഗികമായുള്ള കണക്കുകൾ പ്രകാരം 3000-ലധികം വരുന്ന പലസ്തീനിയൻ പൗരന്മാരെ ഡിറ്റൻഷൻ ക്യാമ്പുകളിൽ അവരുടെ പല പ്രിസണിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഇവരെ കരുതൽ തടങ്ങളുടെ ഭാഗമായിട്ടും ഇസ്രായേൽ അടച്ചു വെച്ചു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയാണ് അറിയാൻ സാധിക്കുന്നത്. സോ അങ്ങനെ ഇത്രത്തോളം വരുന്ന നമ്പേഴ്സ്, ആ ഒരു 3000 എന്ന് പറയുന്ന നമ്പർ ഓഫ് പ്രിസണേഴ്സ് പലസ്തീനിയൻ പൗരന്മാർ ഇസ്രായേലിന്റെ കൈവശമുണ്ട്. അവരെ റിലീസ് ചെയ്യണമെന്ന് പറയുന്ന നിബന്ധനയാണ് ഹമാസ് വെച്ചിരിക്കുന്നത്. സോ അങ്ങനെ ആദ്യഘട്ടങ്ങളിൽ ഇവർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസിലോട്ട് പോകും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഫേസ് എത്ര പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് മിനിമം 6 ആഴ്ചയെങ്കിലും എടുക്കും രണ്ടാമത്തെ ഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. സോ ഇൻ ബിറ്റ്വീൻ ഈ ഒരു 6 ആഴ്ച ആദ്യ ഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് പോകുന്ന ആ ഒരു സമയം വരെ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതിരിക്കാനായിട്ട് 2 ഭാഗത്തും സീസ് ഫയർ പാലിക്കണമെന്ന കാര്യമാണ് ഈ ഒരു ഡീലിൽ വച്ചിരിക്കുന്നത്. അതായത് ഇസ്രായേലും ഹമാസിനെ ആക്രമിക്കാൻ പാടില്ല, അതേപോലെ തന്നെ ഗാസയുടെ അകത്ത് ഹമാസും ഇസ്രായേലിനെതിരായിട്ട് പ്രശ്നമുണ്ടാക്കാൻ പാടില്ല, അതേപോലെ ഇസ്രായേൽ അകത്തോട്ട് ഹമാസിൻ്റെ ഒരു തരത്തിലുള്ള പ്രകോപനപരമായ നീക്കവും നടക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യമാണ് ഈ ഒരു ഡീലിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇങ്ങനെ 6 ആഴ്ചയ്ക്കകം ഇസ്രായേലും ഹമാസും കൂടെ ചർച്ചകൾ നടത്തിയിട്ട് അമേരിക്ക, ഖത്തർ, സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥയോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള രമ്യമായ നടപടികൾ സ്വീകരിക്കാനും അതിനുവേണ്ടിയുള്ള ധാരണകൾ എത്താനുമാണ് ഈ ഒരു സമയം എടുക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ 6 ആഴ്ചയ്ക്കകം 2 കൂട്ടരും ഒരു നെഗോഷിയേഷനിൽ വന്ന് ഇവർ തമ്മിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ സംസാരിച്ച് എങ്ങനെയാണ് ഈ സമാധാനം സ്ഥാപിക്കുക എന്ന് പറയുന്ന കാര്യത്തിലോട്ട് ധാരണയിലെത്തണം. ഇതാണ് ഈ ഒരു 2ാം ഘട്ടത്തിലോട്ട് പോകുന്നത്. സോ അങ്ങനെ 2 കൂട്ടരും സംസാരിച്ച് ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ 2ാം ഘട്ടമായിരിക്കുന്ന സീസ് ഫയറിന്റെ ഡീലിംഗ് നടപ്പാവും. ആ ഒരു 2ാം ഘട്ടം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബാക്കിയുള്ള റിമൈനിങ് ഹോസ്റ്റേജസ്, അതായത് ഇസ്രായേലി സോൾജേഴ്സ് ആയിരിക്കുന്ന പുരുഷന്മാരായിരിക്കുന്ന ആൾക്കാരെ കുറേയധികം കസ്റ്റഡിയിലുണ്ട്. ഇവരെയൊക്കെ ഹമാസ് മോചിപ്പിക്കണം. അതേപോലെ തന്നെ പ്രിസണേഴ്സിനെയും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് റിലീസ് ചെയ്യും. സോ 2 ഭാഗത്തുനിന്നും ഇങ്ങനെ ടോട്ടലായിട്ട് ബന്ദികളെയും പ്രിസണേഴ്സിനെയൊക്കെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ഗാസയെ വീണ്ടും പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്ന കാര്യമാണ്. അതായത് ഗാസ ഇന്ന് പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത്. ഫോട്ടോസും ഇമേജസും എല്ലാം അവിടുത്തെ ബിൽഡിങ്സ് എല്ലാം ടോട്ടലായിട്ട് നശിച്ചു പോയി എന്ന് പറയുന്ന കാര്യത്തെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സോ ഗാസയിൽ ജനങ്ങൾക്ക് വീണ്ടും താമസിക്കാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം.
അതിനായിട്ട് അവർക്ക് വേണ്ട വീടുകളും അവർക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കളും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും എത്തിക്കാനായിട്ട് ഐക്യരാഷ്ട്രസഭയും ലോകത്തിലെ പല സംഘടനകളും അമേരിക്കയുടെ നേതൃത്വം നടപ്പാക്കുന്ന ഒരു കാര്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് സൂചിപ്പിച്ചിരിക്കുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ അമേരിക്ക വീണ്ടും ഗാസയെ പുനരുദ്ധീകരിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് മൂന്നാം ഘട്ടമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയും അറബ് രാജ്യങ്ങളൊക്കെ ഫണ്ടും അവരുടെ സപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഗാസയെ പുനഃസ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് മൂന്നാം ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. ഇതാണ് ഔദ്യോഗികമായിട്ട് ഈ സീസ്ഫയറിന്റെ ഭാഗമായിട്ടുള്ള 3 ഘട്ടമെന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ ഒരു സിമിലർ കാര്യമാണ് ഹമാസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അംഗീകരിച്ചത്. അതായത് ഖത്തറും ഈജിപ്തും കൂടെ ഇസ്രായേലുമായിട്ട് സംസാരിച്ച് അമേരിക്കയുമായി സംസാരിച്ചുകൊണ്ട് ഒരു നെഗോഷിയേഷനിലെത്തിയിരുന്നു. ആ നെഗോഷിയേഷനിൽ പറഞ്ഞൊരു കാര്യം ഇതേ തന്നെയായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ പ്രിസണേഴ്സ് റിലീസ് ചെയ്യുക, പിന്നീട് ചർച്ചകൾ നടത്തുക, ഒരു മധ്യസ്ഥയിലോട്ട് എത്തുക, അതിനുശേഷം വീണ്ടും പ്രിസണേഴ്സ് റിലീസ് ചെയ്യുക, ബന്ദികളെ മോചിപ്പിക്കുക, അവസാനം പൂർണ്ണമായിട്ടും ഇസ്രായേൽ സൈന്യം പിറകോട്ട് പോകുക എന്ന് പറയുന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. ഇതിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ഘട്ടത്തിലും ഇസ്രായേൽ സൈന്യം ഘട്ടം ഘട്ടമായിട്ട് അവരുടെ പൂർണ്ണമായിട്ടുള്ള സൈന്യം ഗാസയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സോ മൊത്തത്തിൽ ഇതാണ് ഈ സമാധാനപരമായിട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതയായിട്ട് ഇന്ന് ലോക രാജ്യങ്ങളെല്ലാം ഒരേപോലെ കാണുന്നത്. അമേരിക്ക ഇത് ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണെന്നും അതുകൊണ്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വലിയ കാലതാമസം എടുക്കില്ല എന്ന് പറയുന്ന കാര്യത്തെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹമാസിന്റെ ഭാഗത്തുനിന്നും ഈ ഒരു ഡീലിനെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു, സമാധാനപരമായിട്ട് പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് അവരും ഈ ഒരു മൊത്തം പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാണെന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നം തന്നെയുണ്ട്. അതായത് ഈ ഒരു പ്രശ്നം അവസാനിക്കണമെങ്കിൽ, ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കണമെങ്കിൽ അതിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യമായിട്ട് ഇപ്പോഴും ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ അവർക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ലാത്ത രീതിയിൽ, അവരുടെ അധികാര തലപ്പത്ത് പോലും സ്ഥാനമില്ലാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് തലത്തിലോ അല്ലെങ്കിൽ അവരുടെ ഒരു മിലിറ്റൻ എന്ന് പറയുന്ന ആ ഒരു പവറോ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള എല്ലാ നീക്കവും നടപ്പാക്കിയ ശേഷം മാത്രമേ സമാധാന സാധ്യതകൾ കാണുന്നു പറയുന്ന കാര്യമാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്ത് ഗാസയിൽ ഹമാസിൻ്റെ ഒരു തരത്തിലുള്ള തിരിച്ചുവരവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഒരു സീസ്ഫയറിലോട്ട് ഇസ്രായേൽ നീങ്ങുന്ന കാര്യമാണ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ അംഗീകരിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യത്തെ ഈ സമാധാന ചർച്ചകൾ നടത്തുന്ന ഇസ്രായേലിന്റെ ഭാഗത്ത് റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കും കൃത്യമായ നിർദ്ദേശമായി നൽകിയെന്ന് പറയുന്ന കാര്യം ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, ഈ പ്രശ്നം അവസാനിക്കാതെ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന്. തീർച്ചയായിട്ടും ഈ പ്രശ്നം അവസാനിക്കണമെങ്കിൽ ഇന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷനായി കാണാൻ സാധിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഇസ്രായേൽ ആവശ്യം നടപ്പാക്കുക എന്ന് പറയുന്ന കാര്യമാണ്. പക്ഷേ അതിനുള്ള സാധ്യത ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ അവിടെയാണ് കാര്യമായ പ്രശ്നം ഇനിയും ഉണ്ടാവുന്ന കാര്യത്തെപ്പറ്റി ഇന്റർനാഷണൽ പൊളിറ്റിക്സ് സൂചിപ്പിക്കുന്നത്. അതായത് ഹമാസിന് ഇപ്പോഴും ഫണ്ടിങ്ങും വെപ്പൺസും എല്ലാം ബാക്കിയുള്ള പല അറബ് രാജ്യങ്ങൾ വഴിയും പല ഗ്രൂപ്പുകൾ വഴിയും എത്തുന്നുണ്ട്. അതുകൊണ്ട് ഹമാസ് ഇപ്പോഴും ഇസ്രായേലിനെ ശക്തമായിട്ട് തന്നെ ചെറുത്ത് നിൽക്കുന്നു പറഞ്ഞൊരു കാര്യം ഇവിടെ കാണാൻ സാധിക്കും. അവരുടെ ഒരു 4 ബറ്റാലിയൻ സോൾജേഴ്സ് മാത്രമേ ഇപ്പോഴും റിമൈനിങ് ആയിട്ടുള്ളൂ. അവരെ ഉപയോഗിച്ചുകൊണ്ട് നോർത്തേൺ ഗാസയിലെ പല പ്രദേശവും വീണ്ടും ഇസ്രായേലിന്റെ പക്കൽ നിന്ന് തിരികെ പിടിച്ചെടുക്കാനായിട്ട് ഹമാസ് ശ്രമിക്കുന്നു പറയുന്ന കാര്യം ഇന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹമാസ് വീണ്ടും ഗാസയിലോട്ട് കടന്നു വരുമോ എന്ന് പറയുന്ന ആശങ്കയും ഇന്ന് ഗാസയിലെയും പലസ്തീൻ അതോറിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കുന്ന വെസ്റ്റ് ബാങ്കിലെ പല നേതാക്കന്മാരും ഉന്നയിക്കുന്നത്. സോ ഹമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാതെ യുദ്ധം അവസാനിക്കില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇത് വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ മറുഭാഗത്താണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റും ബാക്കിയുള്ള പല ലോക നേതാക്കന്മാരും പ്രശ്നം അവസാനിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു നെഗറ്റീവ് ഇമേജ് ആയിട്ട് അമേരിക്ക ഈ ഒരു കാര്യം മാറിക്കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ ഈ ഒരു റഫേലോട്ടുള്ള പ്രവേശനം അവിടെ നടപ്പാക്കുന്ന നീക്കങ്ങളുമെല്ലാം അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി എന്ന് പറയുന്ന ഒരു ബിംബമാണ് ഇന്ന് ലോക മാധ്യമങ്ങൾ മുഴുവനായിട്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അമേരിക്കയുടെ വെപ്പൺസ് ആണ് അവിടെ ഇസ്രായേൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നു പറയുന്ന കാര്യത്തെ പോലും ഇന്ന് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റഫേൽ ഒരു ക്യാമ്പിൽ ഇസ്രായേൽ ഉപയോഗിച്ച ബോംബ് അത് അമേരിക്കൻ മെയ്ഡായിരിക്കുന്ന ബോംബാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അമേരിക്കയിൽ ഇത് ശക്തമായ ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പൊതുവെയുള്ള റിയാലിറ്റി എന്ന് പറയുന്ന അവിടുത്തെ ജനങ്ങൾ ഇത്തരം ഹ്യൂമാനിറ്റിക്ക് എതിരായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ കാര്യമായിട്ട് അവർക്കുള്ളൊരു പ്രശ്നമായിട്ട് കണക്കാക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇതിനെ റൈസ് ഔട്ട് ചെയ്ത് ഗവൺമെൻറ് തലത്തിൽ പോലും പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യം കാണാൻ സാധിക്കും. സോ അത്തരമൊരു പ്രശ്നമാണ് ഇന്ന് അമേരിക്ക മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് അമേരിക്കയും എത്രയും പെട്ടെന്ന് തന്നെ ഇസ്രായേലിന് മേലെ പ്രഷർ ചെലുത്തുന്നു പറയുന്ന കാര്യത്തെപ്പറ്റിയും കാണാൻ സാധിക്കും. കാരണം ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഒരു ഔദ്യോഗികമായ സ്റ്റേറ്റ്മെന്റ് ആണ്, ഹമാസിന്റെ മൊത്തം പവറും ക്ഷയിച്ചു, അവർക്കിനി ഒരു തിരിച്ചടി നൽകാനോ അല്ലെങ്കിൽ ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്ന രീതിയിലാണ് അമേരിക്ക എന്ന് ഇസ്രായേലിന് മേലെ പ്രഷർ ചെലുത്തുന്നത്. പക്ഷേ ഇസ്രായേൽ ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഹമാസിനെ ഇല്ലാതാക്കാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പറയാണ്. സോ ഇങ്ങനെയാണ് ഈ പ്രശ്നം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി കാണാൻ സാധിക്കും. സോ ഇത്രയും കാര്യമാണ് ഇന്ന് ഔദ്യോഗികമായിട്ട് ഈ ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നപരിഹാരത്തിനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ന് ലോകരാജ്യങ്ങൾ നടപ്പാക്കുന്നു പറയുന്ന കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതിലെല്ലാത്തിലും ലോകത്തിലെ പല രാജ്യങ്ങളുടെ താല്പര്യം, അവർക്കുള്ള ലാഭം, അവർക്കുള്ള നഷ്ടം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട്
അവരുടെ മൊത്തം കാൽക്കുലേഷൻ പ്രകാരമാണ് ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത കാണുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഹമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് ഇസ്രായേലിന് സാധിക്കുമോ എന്ന് പറയുന്ന വലിയൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം എന്താകുമെന്ന് നിങ്ങൾക്ക് തന്നെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെയധികം ഇൻഫോർമേറ്റീവായുള്ള കമന്റ്സ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് കാണുന്ന ആൾക്കാർക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അല്ലാതെ പ്രകോപനപരമായിട്ടുള്ളോ അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള ഒരു കമന്റ്സ് ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു പ്രശ്നത്തിന്റെ മുഴുവൻ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് മതം എന്ന് പറഞ്ഞ് പലരും പ്രചരിപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് പൊളിറ്റിക്കലായിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം സ്വന്തമാക്കാനാണ് ഹമാസും ഇസ്രായേലും അമേരിക്കയും എല്ലാ രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംഘർഷം വരുമ്പോൾ അത് വീണ് കിട്ടിയ അവസരമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരാണ് ഈ ലോക നേതാക്കന്മാർ. അതുകൊണ്ട് ഇനി അവരിത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞാൽ കൃത്യമായ പല തെളിവുകളും ഇന്ന് പുറത്തു വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഈ തെളിവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ വൈകാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഹമാസിനെ എങ്ങനെ ഇസ്രായേൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് തന്നെ പ്രശ്നമായി മാറി എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കലായിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയും അതിനുള്ള വ്യക്തമായ തെളിവുകൾ ഇസ്രായേലിൽ തന്നെ പല മുൻ നേതാക്കന്മാരും പറഞ്ഞിരിക്കുന്ന തെളിവുകൾ സഹിതമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും എത്രത്തോളം ഈ പ്രശ്നം ഒരു വർഗീയമായുള്ള വേർതിരിവാക്കി മാറ്റാനും അതിലൂടെ വർഗീയപരമായ പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ വെറുപ്പ് വിതയ്ക്കാൻ കാരണമായി തീരുന്നു പറയുന്ന കാര്യത്തെപ്പറ്റിയും നിങ്ങൾക്കറിയാൻ സാധിക്കും. ആ വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ജയ് ഹിന്ദ്.